മാറാക്കര പഞ്ചായത്ത് 4-ാം വാർഡ് അച്ചിപ്ര മരുതിൻചിറയിൽ നിർമ്മിച്ച അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. ആബിദ് ഹുസൈൻ തങ്ങൾ MLA കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. മാറാക്കര പഞ്ചായത്തിലെ അച്ചിപ്ര പ്രദേശത്ത് പുതിയ ഒരു അംഗനവാടി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇവിടെ പ്രവർത്തിച്ചു വന്നിരുന്ന അംഗനവാടി പുനർനിർമ്മീകരിച്ചാണ് ഏകദേശം 18 ലക്ഷത്തോളം രൂപ 17 ലക്ഷം രൂപ ചെലവഴിച്ച് ഈ പുതിയ ഒരു സംവിധാനത്തിൽ കുട്ടികൾക്കായി സമർപ്പിച്ചിരിക്കുന്നത്. അംഗനവാടി എല്ലാ കാലത്തും നാട്ടിലെ അമ്മമാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ വളർച്ചയ്ക്കും അവരുടെ നല്ല കാര്യങ്ങൾക്കുമൊക്കെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഒരു കേന്ദ്രമാണ്. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഇവിടെ ഈ അംഗനവാടിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തടിച്ചുകൂടിയിട്ടത്. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതിന് ഇങ്ങനൊരു ഫണ്ട് ലഭിച്ചിട്ടുള്ളത്. ഇത് ഏറ്റവും എളുപ്പം പൂർത്തീകരിക്കുന്നതിനും ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തതിനും സഹായകരമായ നിലപാടുകൾ സ്വീകരിച്ച നാട്ടുകാരോടും രക്ഷിതാക്കളോടും പ്രത്യേകിച്ച് ഇതിന് അംഗനവാടി ടീച്ചർ അടക്കമുള്ള ആളുകളോടുമൊക്കെയുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പഞ്ചായത്ത് ഭരണസമിതി ഏറ്റവും എളുപ്പം തീർക്കുന്നതിനും ഇതിങ്ങനെയുള്ള സംവിധാനം ഒരുക്കുന്നതിനും വേണ്ടിയുള്ള ഏറ്റവും സഹായകരമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അതുപോലെ തന്നെ ഇവിടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് ഇതിൻ്റെ പൂർത്തീകരണം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായിരുന്ന കെട്ടിടം പൊളിച്ചുമാറ്റിയാണ് പുതിയത് നിർമ്മിച്ചത്. കോട്ടയ്ക്കൽ മണ്ഡലം MLA ആബിദ് ഹുസൈൻ തങ്ങളുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 17,50,000 രൂപ ഉപയോഗിച്ചാണ് അംഗൻവാടി നിർമ്മിച്ചത്. മാറാക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഷെരീഫ ബഷീർ ചടങ്ങിൽ അധ്യക്ഷയായി. പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഉമറലി കരേക്കാട്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീർ രണ്ടത്താണി, കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ OK സുബൈർ, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നെയ്യത്തൂർ കുഞ്ഞി മുഹമ്മദ്, വാർഡ് മെമ്പർ മുബഷീറ അമീർ, 3-ാം വാർഡ് മെമ്പർ AP ജാഫർ അലി, OP കുഞ്ഞി മുഹമ്മദ്, AP മൊയ്തീൻകുട്ടി, V മധുസൂദനൻ, മൂർക്കത്ത് അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. മാറാക്കര പഞ്ചായത്തിലെ ഈ 4-ാം വാർഡിൽ ഏറ്റവും പഴയ ഒരു അങ്കണവാടി എന്ന് പറയില്ല, ബാലവാടിയായിരുന്നു ഞങ്ങൾക്കൊക്കെ അന്ന് പറച്ചിൽ. ഇപ്പോഴാണ് അതിനുശേഷമാണ് അങ്കണവാടിയായിട്ടും മറ്റുള്ള പേരുകളിലും അറിയപ്പെടുന്നത്. പക്ഷേ അന്നത്തെ ആ ബാലവാടി അതൊരു ലാൻഡ്മാർക്ക് തന്നെയായിരുന്നു. അത്രയും പ്രസിദ്ധമാണ്. അതിൻ്റെ MLAയുടെ വികസന ഫണ്ടിൽ നിന്നും അതൊരു നല്ല വീണ്ടും പുനരുദ്ധാരണം ചെയ്ത് അതിനുവേണ്ടി പ്രവർത്തിച്ച മുബഷീർ അമീറാണ് ഇതിൻ്റെ എല്ലാത്തിനും പിന്നിൽ പ്രവർത്തിച്ച് വളരെ അഹോരാത്രം പണിയെടുത്തിട്ടുണ്ട്. അവനെ ഇതിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് വേണ്ടത്. അവന് നാടിന് വേണ്ടിയിട്ട് അത്രയും കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ നാട്ടുകാരും പൂക്കയിൽ മാനുമൊക്കെ, അതുപോലെ മൊയ്തീൻകുട്ടി മാഷ്, അത് പരിസരത്തുള്ള എല്ലാവരും ഈ ഉള്ളവനെ കൊണ്ട് ഒരു ചെറിയൊരു ഫ്രിഡ്ജ് ഇതിലേക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതും മാത്രമാണ്. അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ വന്നാലും ഞാൻ ഇതിലേക്ക് ഒഴിഞ്ഞു മാറാറില്ല. എല്ലാത്തിലും ഞാൻ അവൻ്റെ കൂടെ, ഞാനും നമ്മളെല്ലാവരും, അതുപോലെ അവൻ്റെ കൂട്ടുകാർ, അവൻ്റെ കൂടെയുള്ള എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത് നല്ല ഉന്മേഷത്തോട് കൂടിയിട്ട് തന്നെയാണ് ഈ സ്ഥാപനം, ഈ ഒരു പ്രസ്ഥാനം ഇവിടെ നിലനിർത്തിയിട്ടുള്ളത്. ഒരു പ്രസ്ഥാനമാണ്. കുറേ ആളുകൾ ഇതിൽ നിന്ന് പഠിച്ചുപോയ ആളുകളൊക്കെ ഇന്ന് വലിയ വലിയ ആളുകളായിട്ടും വളർന്നു വന്നിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.